Hello guys, welcome back to my YouTube channel. This is Aishu and yes, we're watching Super Cute Aishu. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് കണ്ടൻറ് ഒന്നുള്ളതല്ല, പക്ഷേ നല്ല കണ്ടൻറ് ഉള്ള ഒരു വീഡിയോ കൂടിയാണ് ഗൈസ്. കാരണം ഞാനിപ്പോൾ നേരത്തെ പാർട്ട് 1 ഇട്ടു, ഇത് പാർട്ട് 2 ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് 3rd ഗിഫ്റ്റ് മുതൽ 10th ഗിഫ്റ്റ് വരെ ഞാൻ നിങ്ങൾക്ക് കാട്ടാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാനിപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യേണ്ട വസ്തു എന്നറിയില്ല, പക്ഷെ കുറച്ചൊന്ന് ഈ ലൈറ്റൊക്കെ ഒന്ന് കൂട്ടി, പിന്നെ കുറച്ചൊന്ന് ഡള്ളാക്കി, കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ചൊന്ന് ബ്ലറാക്കിയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ക്ലാരിറ്റിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ എനിക്കറിയുള്ളൂ. പിന്നെ അങ്ങനെ കുറച്ച് മിനുക്ക് പണികളൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ കുറേയൊക്കെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ബോക്സിൽ ഞാൻ ഇട്ടിച്ചിട്ട് പ്രോസസ് ബാഗിൽ വെച്ചിരുന്നു. അതായത് ഈ ഒരു ബാഗ്, നിങ്ങൾക്ക് പ്രോസസ് ബാഗ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇതാണ് കേട്ടോ പ്രോസസ് ബാഗ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗൈസ് ഗിഫ്റ്റ് നിറഞ്ഞു. പ്രോസസ് ബാഗിൽ ഇനി പ്രോസസ്സിനുള്ള ഗിഫ്റ്റല്ല, ഗിഫ്റ്റിൻ്റെ ബാഗിലും പ്രോസസ് ബാഗിലും രണ്ടിലും ഗിഫ്റ്റ്സാണ് ഗൈസ്. കാരണം ഇതിൽ കുറച്ചിങ്ങനെ ബൾജായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആ സ്ട്രിങ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഇതില്ലേ HMൻ്റെ കവറിൽ ഈ സാധനം അത് പൊട്ടുമെന്ന് വിചാരിച്ചു ഗൈസ്. പിന്നെ പേപ്പർ ബാഗ് ആയതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാതും ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒക്കെ കുറച്ച് മിനുക്കുകൾ കൊടുത്തു. പിന്നെ 10th ഗിഫ്റ്റും 9th ഗിഫ്റ്റും 8th ഗിഫ്റ്റും 7th ഗിഫ്റ്റൊക്കെ ഞാൻ റാപ്പ് ചെയ്തു, ക്ലൂ ഒക്കെ ഇട്ടു. പിന്നെ എനിക്ക് ക്ലൂ എപ്പോഴും ഇങ്ങനെ ഓർമ്മ ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റ് എടുത്തു. ഏതൊക്കെ ഗിഫ്റ്റ് എത്രാമത്തെ ഗിഫ്റ്റ് എവിടെയൊക്കെയാണ് ഞാൻ ക്ലൂ ഇട്ടത്, എന്താണ് ഞാൻ ക്ലൂ ഇട്ടത്, എവിടെ ഞാൻ വെക്കണ്ടേന്നൊക്കെ ഉള്ളൊരു ലിസ്റ്റൊക്കെ ഇട്ടു. അവിടെ ഞാൻ ഈ ഗിഫ്റ്റ് റാപ്പറിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് 3rd ഗിഫ്റ്റ് കാട്ടിത്തരാം. 3rd ഗിഫ്റ്റ് പറയുന്നത് ഒരു സ്ക്വിഷ് ബാഗാണ്. ഇത് ഞാൻ ആക്ച്വലി എന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം. ബ്ലൈൻഡ് ബാഗിൻ്റെ കാര്യത്തിലാണ് ഉമ്മാക്ക് ഇങ്ങനത്തെ പേപ്പറിൽ നമ്മളിങ്ങനെ സ്റ്റെപ്പിൽ അടിച്ചെടുക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഉമ്മാക്ക് പേപ്പർ തന്നെ വേണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു റോ ലുക്കായിരുന്നു ഗൈസ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഉമ്മാൻ്റെ പേര് ഇങ്ങനെ ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് എടുത്തു. തസ്ലീന, THASLEENA തസ്ലീന എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് സ്ക്വിഷ് ബാഗിന്. ഇതിലും ഞാൻ ഗൈസ് ഞാൻ എന്താ പറയുക, 2nd ഗിഫ്റ്റ് പോലെ ഇതിലും ഞാൻ ക്ലൂ ഇടാറുന്നു. ഞാൻ പെട്ടിൽ എവിടെയൊക്കെ സ്റ്റേപ്പിൽ അടിച്ചിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ എന്താക്കി, ഞാൻ ബാക്കിൽ കൊണ്ട് ക്ലൂ ചെയ്ത് ഗൈസ്. എന്നിട്ട് ഞാൻ എവിടെയും ഒരു 1 2 3 4 ഹാർട്ടൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സൈനൊക്കെ ഇട്ടിട്ട് ഞാനങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ ഈ 6 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ബ്രെത്തുള്ള സ്ക്വയർ പേപ്പറിൽ ലെങ്ത്തും ബ്രെത്തും സ്ക്വയറിനില്ലല്ലേ, സോറി. അപ്പോൾ ഈ സൈഡ് 6 സെൻറ്റിമീറ്റർ എന്നുള്ള ആ ഒരു പേപ്പറിൽ അതിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് അതായത് അങ്ങനെ ഇപ്പോൾ കാട്ടിത്തരാം, അതൊന്നും എനിക്ക് കാട്ടിത്തരാനുള്ള സമയമില്ല. കാട്ടിത്തരാൻ സമയമുള്ളതല്ല, ഞാൻ ഈ ബാഗിലേക്ക് ഇടാനുള്ള ഫുൾ അങ്ങനത്തെ ഈ കുഞ്ഞു ഫ്ലവേഴ്സ് നമ്മൾക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഫ്ലവേഴ്സാണുള്ളത്. അതും എൻ്റെ സ്റ്റിക്കിനോട്ട് ആകെ ഒരു ഗ്രീനും ഒരു പ്ലെയിൻ കളറുള്ള ഒരു വൈറ്റ് കളറുള്ള അങ്ങനത്തെ ഒരു സ്റ്റിക്കിനോട്ടായിരുന്നു. അത് ഫുള്ള് ഞാൻ എടുത്തിട്ടാട്ടോ ഞാൻ അതിലേക്ക് ഉണ്ടാക്കി. എന്നിട്ട് ഇത് ഇവിടെ വരെ ആയതുകൊണ്ട് ഞാൻ ഉമ്മാൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കുറച്ചിങ്ങനെ ബെഡിലിട്ടിരുന്നു. അതായത് ഞാൻ എൻ്റെ ഫോൺ സൈസ് എടുത്തിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എഴുതി, എന്നിട്ട് ടൂലിപ്സ് ഗ്ലൂവും സിസേഴ്സും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. അത് ഉണ്ടാക്കലും അതിനൊക്കെ ആയിട്ടുള്ളത് ഞാൻ പിന്നെ കുറച്ചൊരു റോ ലുക്കാണ് വെട്ടുമ്പോൾ മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേയൊക്കെ ഈ ഫ്ലവേഴ്സ് ആ ഫ്ലവേഴ്സും കൂടി എടുത്തിട്ടാണ് ഞാൻ ഇത് ഫുള്ളാക്കിയിട്ട് ഞാനിത് സെറ്റാക്കിയത് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ 3rd ഗിഫ്റ്റ്. ഇതിൻ്റെ ഉള്ള അങ്ങനത്തെ ഫ്ലവേഴ്സാണ്. അതെങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ നമ്മൾ ആ സ്ക്വയർ പേപ്പർ എടുക്കാം. ഫോർ എക്സാമ്പിൾ ആ സ്ക്വയർ പേപ്പർ എൻ്റെ കയ്യിലുള്ളവരായിരിക്കും, എൻ്റെ അടുത്തുണ്ട് ഒരു സ്ക്വയർ പേപ്പർ. ഇതിന് ഗ്ലൂ വേണം, സിസേഴ്സും വേണം കേട്ടോ. ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാട്ടിത്തരാം. ഇതൊരു റാൻഡം പേപ്പറാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റിക്കി നോട്ടായാലും മതി. ഇത് ഞാനിങ്ങനെ കളറൊക്കെ ഉണ്ടോ എന്ന് വരച്ച് നോക്കും, പിന്നെ അതൊക്കെ ഒന്ന് ഇതാക്കിയതാണ്. അത് ഞാൻ ഒരു റോ ഫ്ലവർ ഉണ്ടാക്കാം. ആദ്യം ഇങ്ങനെയുള്ളത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, പലർക്കും അറിയായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ തുറക്കുമ്പോൾ ഇവിടെ ഒരു നടുവിലൊരു ലൈനായിട്ടുണ്ടാവും ഗൈസ്. ആ ലൈനിനെ ചേർത്തിട്ട് ഞാൻ കാട്ടിത്തരാം. ഇവിടുത്തെ ഭാഗം എടുത്തിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഗൈസ്, ഈ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. പിന്നെ ഇത് അങ്ങനെയായിട്ട് ചേർത്തിട്ട് വെച്ചാൽ മതി. നമ്മൾ അങ്ങനെ ചേർത്തിട്ട് ഇവിടെ നമ്മൾ ഇതാക്കണില്ലേ, ഇവിടെ അങ്ങനെ ഒരു ഷേപ്പ് വരച്ചു തരാം, ഞാൻ കാട്ടിത്തരാം കേട്ടോ.
ഉണ്ടോ ഗൈസ്, ഇങ്ങനെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. പെൻസിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇപ്പോൾ കാണുന്നുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ സിസർ എടുത്തിട്ട് ഈ ഷേപ്പ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ പാരൻസിനൊക്കെ വേണ്ടിയിട്ട് വെഡ്ഡിങ് ഗിഫ്റ്റോ അങ്ങനെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ്ടോ ഈ ഷേപ്പിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തുറക്കുക. കണ്ടോ ഗൈസ്, ഫ്ലവർ റെഡി. ഇതാണ്ടോ ഗൈസ് ഫ്ലവർ. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇത് തുറക്കുക. ഇവിടെ ഈ ഒരു സ്ഥലം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ചും കൂടി ഒന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇവിടെ ഈ ഒരു കട്ട് ചെയ്ത ഭാഗമില്ലേ, അത് ഈ ഭാഗം ഇവിടേക്ക് പുറകിലേക്ക് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ചെയ്തുതരാം കേട്ടോ അമ്മേ. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മളിങ്ങനെ തരരുത്, ഇത് നമ്മൾ ഗ്ലൂ ഒട്ടിച്ചിട്ട് നമ്മൾ പുറകിലേക്ക് വേണം ഒട്ടിച്ചെടുക്കാനേ. അപ്പോൾ ഇതാ അങ്ങനെ ഒരു പോയി. ഇങ്ങനെ ഉണ്ടാക്കിയ എല്ലാ പൂവുകളുമാണ് സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ഭയങ്കര ക്വിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് നമ്മൾക്ക് ഇങ്ങനത്തെ ഗ്ലൂ, അതായത് സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ, ആ ഗ്ലൂവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ മറ്റേ ഗ്ലൂ, അതായത് ഫെവിക്കോളോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം ഗൈസ്. അങ്ങനത്തെ പൂക്കളാണ് ഗൈസ് ഈ ബാഗ് ഫുള്ളുള്ളത്. അതാണ്. പിന്നെ ഞങ്ങൾക്ക് ഫോർത്ത് ഗിഫ്റ്റ് എടുത്തരാം. ഫോർത്ത് ഗിഫ്റ്റ് ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലും ഞാൻ ക്ലൂ ഇടാൻ മറന്നിട്ട് ഞാൻ അവിടെ ക്ലൂ ഒട്ടിച്ചിക്കാണ് ഗൈസ്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇതെന്താ അറിയുമോ ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു വീഡിയോ പാർട്ട് 1ൻ്റെ മുന്നേ ഞാൻ ഒരു ഷോർട്സ് ഇട്ടില്ലായിരുന്നു, ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് പോയി കണ്ടോളി, അവിടെ ഞാൻ കാട്ടിയിട്ടുണ്ട്. കാരണം ആ വീഡിയോ ഞാൻ എടുത്തത് ഈ ഫോർത്ത് ഗിഫ്റ്റ് ഞാൻ റാപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിരുന്നു. അപ്പം ഞാൻ കമ്മലൊക്കെ കാട്ടി കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു ബ്രോൺസ് ഷെയ്ഡുള്ളൊരു കമ്മലാണ്. അതിൻ്റെ പുറമെ പിന്നെന്തെങ്കിലും ഞാൻ ഇതിലിട്ടെന്ന് പഠിച്ചാൽ അതും മറന്നുപോയി. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഷോർട്സ് എടുത്തിട്ട് നോക്കൂ, അതിലുണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ആ ബ്രോൺസ് ഷെയ്ഡുള്ള ആ കമ്മലും റിയൽ അല്ല കേട്ടോ. ഞാനവിടെ ഗോൾഡ് സിൽവർ നോക്കിയിരുന്നു, പക്ഷെ അവിടെ ഉള്ളത് എന്താ പറയുക, അത്രക്കൊരു എന്താ പറയുക, അത്രക്കുള്ളൊരു സ്പാർക്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഉമ്മാക്ക് ബ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ ബ്രോൺസ് ഷെയ്ഡുള്ള അങ്ങനെ നമുക്ക് കുഞ്ഞി സ്റ്റഡ് ഉള്ളൂ ഗൈസ്, ഇല്ലാതെ എങ്ങാരി റിങ് അല്ല, കുഞ്ഞി സ്റ്റഡ് പോലത്തെ ഇങ്ങനെ കമ്മലുണ്ടാവില്ല, അതേപോലത്തെ ഒരു ബ്രോൺസ് ഞാനൊരു ജോയ ലുക്കാസോ മലബാർ ഗോൾഡോ അതിൻ്റെ ഒരു ചെറിയൊരു ഇങ്ങനെ അടക്കുന്ന ഒരു ബോക്സിൽ ഞാൻ സെറ്റാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. തുറന്നു നോക്കേണ്ടി ഇതിൽ എന്താ ഉള്ളതെന്ന്. ഇതാണ് ഗൈസ്, അതാണ് കിലുങ്ങണത്. അതിൻ്റെ പുറമെ ഞാൻ അതിലെന്തോ ഇട്ടിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ അത് അതിലുണ്ടാവും. ഇനി ഞാൻ നിങ്ങൾക്ക് ഫിഫ്ത്ത് ഗിഫ്റ്റ് കാട്ടിത്തരാം. ഫിഫ്ത്ത് ഗിഫ്റ്റ് ഞാൻ ഇതിലിട്ടിട്ട്, ഇത് 10th ഗിഫ്റ്റാണല്ലോ. ഫിഫ്ത്ത് ഗിഫ്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്ക് തുറന്നാക്കിയിട്ടില്ല. ഇതാണ് ഗൈസ് ഫിഫ്ത്ത് ഗിഫ്റ്റ്. ഇതുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഡെയ്ലിൻ. അവൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേ, അതായത് 2024 എൻ്റെ ബർത്ത്ഡേക്ക് അവൾ എനിക്കിതാ ഇവിടെ നിന്നുണ്ടോ സൈഡിൽ കാണുന്നുണ്ടോ, ഇവിടെ കാണുമോ എന്നുള്ള അറിയില്ല, കാരണം എൻ്റെ ഫോട്ടോ ആണ് അവിടെ ഉള്ളത്. ആ ഫോട്ടോൻ്റെ സൈഡിൽ ഒരു മിറർ ഉണ്ട്. അതായത് നമ്മളെ ടേബിളിലൊക്കെ നമുക്ക് വെക്കാൻ കഴിയുന്ന ഒരു ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മിറർ, അതിൻ്റെ ബോക്സാണ് ഗൈസ് ഇത്. ഇതിൽ ഞാൻ ഇട്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതിലിട്ടിട്ടുള്ള എൻ്റെ ഇവിടെ വരെയുള്ള 5th മുതൽ 6th വരെ എനിക്ക് നല്ല മാർക്കുണ്ട്. ലൈക്ക് നല്ലോണമൊക്കെ ഞാൻ സ്കോർ ചെയ്യുന്നുണ്ട്, പക്ഷെ അമ്മമാർ പഠിപ്പിക്കുന്നില്ല. അപ്പം എനിക്ക് ലൈക്ക് ഫുള്ള് 19.5 പിന്നെ ഫുൾ, അതായത് ഇപ്പോൾ 20ലാണെന്നെങ്കിൽ 19.5 പിന്നെ 20 ഇമാതിരി മാർക്കുള്ള അതിപ്പോൾ 80-ലായിക്കോട്ടെ 20-ലായിക്കോട്ടെ 10-ലായിക്കോട്ടെ, ടെസ്റ്റ് ആണെങ്കിലും എക്സാം ആണെങ്കിലും അങ്ങനത്തെ പേപ്പറുള്ള ഫുള്ള് ഞാൻ ഇവിടെ ഈ ഒരു സൈഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടോയ് ഞാൻ അതിലിട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഉമ്മ എനിക്ക് തിരിച്ചു തരുന്നുണ്ടാവും, കാരണം ഉമ്മ ടോയ്സിൽ അത്ര ഒന്നും ഇൻട്രസ്റ്റഡ് അല്ല. പക്ഷേ ഞാൻ എന്നാലും ഒരു മാർക്ക് ഷീറ്റിൽ നിന്ന് മാത്രം ഞാൻ ഇത്രയും വലിയ ബോക്സ് ഒന്ന് ഉണ്ടോ, ആ ടോയാണ് ഇവിടെ കണ്ടത്, ഈ കേൾക്കുന്ന സൗണ്ടില്ലേ, അതാണ് ആ ടോയ്. ആ ടോയ് എന്ന് വെച്ചാൽ ഒരു ബേർഡിൻ്റെ ഷേപ്പുള്ളൊരു ടോയാണ്. അതിലേക്ക് നമ്മൾ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് അങ്ങനെ ഊതിയാൽ ഈ
കിളികൾ വെച്ചുണ്ടാക്കുന്ന ഒരു അച്ച അതിൽ വരും ഗൈസ്. അതാണ് ആ ടോയും. പിന്നെ ഒരു ലെറ്ററാണ് ഞാൻ അതിലിട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് 6th ഗിഫ്റ്റ് കാട്ടിത്തരാം. ചെറിയ ഗിഫ്റ്റൊക്കെ ഞാൻ ഗിഫ്റ്റ്സിൻ്റെ പാക്കറ്റിലും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ വെച്ചിട്ട്. ഇതാണ് കേട്ടോ 6th ഗിഫ്റ്റ്. ഇതൊരു കവറായി നിങ്ങൾക്ക് തോന്നും. അല്ല, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഹൈലൈറ്ററൊക്കെ വരുന്ന ഈ ഒരു പേസ്റ്റ് പോലത്തെ കളർ ഉണ്ടാവില്ലേ, അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇട്ടത്. അതിൻ്റെ ഉള്ളിലുള്ളത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമല്ല. ആദ്യം നമ്മൾ ഇങ്ങനെ ബുക്ക് കവർ ചെയ്യുന്ന ആ ഒരു ഷീറ്റ് നമുക്ക് കിട്ടൂല ഗൈസ്. ഇവിടെ ആണെങ്കിൽ ബഹ്റൈനിലാണെങ്കിൽ അത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ബുക്ക് കവർ ചെയ്യാനാണെങ്കിൽ വിചാരിച്ചോളൂ, ഇതാണ് ആ സ്റ്റിക്കർ. ഈ സ്റ്റിക്കറോട് ഒട്ടിക്കുമ്പോൾ ആ സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇവിടെ ഒരു പേപ്പർ ഉണ്ടാവുമല്ലോ, അത് വലിയ പേപ്പറാണ് നമ്മൾ ഇവിടെ ഉണ്ടാവാറ്. അതൊരു ഈ ഗ്രാഫ് പേപ്പറൊക്കെ പോലെയാണ് ഗൈസ്. അത് ഞാൻ 9th ഗിഫ്റ്റിലിട്ട് റാപ്പ് ചെയ്തു തോന്നുന്നു. അതെ, 9th ഗിഫ്റ്റിലിട്ട് ഞാൻ റാപ്പ് ചെയ്തു ഗൈസ്. അല്ലെങ്കിൽ ഞാൻ കാട്ടിത്തരാം. ഇപ്പം ഞാൻ റാപ്പ് ചെയ്തിട്ട് എണീറ്റിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ റാപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. അത് ഞാൻ കാട്ടിത്തരാം. അങ്ങനത്തെ ഒരു ഗ്രാഫ് പേപ്പർ, അത് ഫുള്ള് സ്മോൾ സ്ക്വയർ ബോക്സസ് ആയിരിക്കും ഗൈസ്. ആ ബോക്സസിൽ ഞാൻ ഐ എഴുതി, പിന്നെ ഒരു ലവിൻ്റെ ഇങ്ങനെ ഒരു ഹാർട്ട്, പിന്നെ യു, അങ്ങനെ ആ പേപ്പർ ഫുള്ള് ഞാൻ അങ്ങനെ ഐ ലവ് യു അങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് ആ പേപ്പർ ഇങ്ങനെ നമ്മൾക്ക് കിട്ടുമല്ലോ, നമ്മൾ ഫുള്ള് എഴുതിയിട്ട് നമ്മൾ ആ പേപ്പർ എടുക്കും. എന്നിട്ട് ഞാൻ ഒരു പിങ്ക് ഹൈലൈറ്റർ വെച്ചിട്ട് ഫുള്ള് ഐ ലവ് യു എന്നിട്ടിട്ട് എൻ്റെ സൈൻ ഇട്ടിട്ട് ഞാൻ അങ്ങനെ വലിയൊരു ഷീറ്റ് അത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരണ്ട്. ഇത് ഇപ്പോഴല്ല, ഉമ്മ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അതായത് ലൈക്ക് പെരുന്നാളിനെ സംബന്ധിച്ചും പിന്നെ ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുത്ത റിയാക്ഷൻ അല്ല, പക്ഷെ ഗിഫ്റ്റ് തുറക്കുന്ന വീഡിയോസ് അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇടുമല്ലോ. അപ്പം ഞാൻ നിങ്ങൾക്ക് അത് കാട്ടിത്തരാം. അൽഹംദുലില്ലാ, അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഞങ്ങൾക്ക് 7th ഗിഫ്റ്റ് കാട്ടിത്തരാം. 7th ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. അപ്പം നിങ്ങൾ തന്നെ നമുക്ക് വിചാരിക്കും മലബാർ ഓക്കെ കുഴപ്പമില്ല. അപ്പം ഇതുള്ളത് മലബാർ ഗോൾഡിൻ്റെ പറ്റി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു കീ ചെയിൻ. ഈ ചെസ്സിൻ്റെ ഒക്കെ ഉണ്ടാവുള്ള നമ്മളെ പടയാളികളുണ്ടാവുമല്ലോ ചെസ്സിൽ, പോൺ എന്നാണോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, PAWN പോൺ, അതാണോ എന്ന് എനിക്കറിയില്ല. എനിവേസ് പടയാളികൾ, അത് അങ്ങനത്തെ ഒരു കീ ചെയിൻ ഉണ്ട് സ്കിന്നിന്ന് എഴുതിയിട്ട്. അത് ഉമ്മാക്ക് എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമുണ്ട് ഇതും. അപ്പം ഞാൻ അതും പിന്നെ നെക്സ്റ്റ് ഗിഫ്റ്റിനുള്ള ക്ലൂ അത് തന്നെ ഇട്ടിട്ടുള്ളൂ ഗൈസ്. ഈ 7th ഗിഫ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് 8th ഗിഫ്റ്റ് കാട്ടിത്തരാം. 8th ഗിഫ്റ്റ് ഇതാണ് ഗൈസ്. ഇത് ആക്ച്വലി എൻ്റെ അടുത്തുള്ള ബോക്സസൊക്കെ തീർന്നു ഗൈസ്. കാരണം യൂഷ്വലി എൻ്റെ അടുത്തുള്ള എല്ലാതും നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരോ ബോക്സസ് കാണാം. ലൈക്ക് ഓരോ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ബോക്സസ് ഉണ്ടോ. ഇതൊക്കെ എന്താ അറിയോ, ഇത് ഞാൻ മലബാർ ഗോൾഡ് പിന്നെ മൂടിയില്ലാത്ത ബോക്സസും എൻ്റെ അടുത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും കാണാനില്ല. ഇത് എന്തിൻ്റെ ബോക്സ് അറിയോ, ഇത് നമ്മളെ അടുത്തര ഗൈസ്. ഇത് കണ്ടോ ഈ ഗുളികേൻ്റെ ബോക്സ്. ഗുളിക ഞാൻ ഇതിലേക്ക് ഇട്ടു. 3 ഗുളിക ഉണ്ട്. ഉമ്മ ഇവിടെ കൊണ്ടുവന്ന സാധനം എന്തിനാന്നൊക്കെ അറിയില്ല. ഇതിലുള്ള ഗുളിക ഞാൻ ഇതിലേക്ക് ഇട്ടു ഗൈസ്, കളയണ്ടല്ലോ. ഓക്കെ, അങ്ങനെ വെച്ച് ഇവിടെ ആ ഗുളിക ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ 9th ഗിഫ്റ്റിനുള്ള ക്ലൂ, പിന്നെ ഇതിലൊക്കെ ക്ലൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 9th ഗിഫ്റ്റിനുള്ള ക്ലൂ, പിന്നെ ഇതിലുള്ളത് ഉമ്മ എന്തൊക്കെയാണ് ലൈക്ക് യു ആർ ദ ബെസ്റ്റ് മോം, യു ആർ ഗുഡ്, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ക്വാളിറ്റീസ് ചെയ്തുമല്ലോ, അഡ്ജക്റ്റീവ്സ്. അതേമാതിരി ഉമ്മാനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൽ. ഞാൻ ഇതിൽ നിന്നിട്ടൊന്ന് ഇതിലല്ലേ ഞാൻ എന്താ പറയുക, യെസ് 9th ഗിഫ്റ്റ്. ഞാൻ 10th ഗിഫ്റ്റ് റാപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ 9th ഗിഫ്റ്റ് അതിപ്പോൾ റാപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ജോയലുക്കാസിൻ്റെ വലിയൊരു ഗ്രീൻ പെട്ടി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു മഞ്ഞ, ഇതേമാതിരത്തല്ല, ഇതല്ല കേട്ടോ. ഇതിൻ്റെ നമ്മൾ കുറച്ച് ഫാൻസിയർ ആയിട്ടുള്ള റിങ് പോലത്തെ ഇങ്ങനെ ചുറ്റിയിട്ട് മഞ്ഞ മുത്തുകൾ. ഉമ്മാക്ക് മഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ മഞ്ഞ മുത്തുകൾ എടുത്തിട്ട് ഉള്ളതായിരുന്നു. അപ്പം അതും പിന്നെ 10th ഗിഫ്റ്റിനുള്ള ക്ലൂ അത് മാത്രമേ ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് 10th ഗിഫ്റ്റ് ഇതാണ് ഗൈസ്. ഇതെന്താ പറയുക, ഇത് എൻ്റെ കസിന്, ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് എൻ്റെ കസിന് എനിക്ക് ലൈക്ക് എൻ്റെ ഉപ്പ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകാറുണ്ട്. വീട് പണി ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോവും. അപ്പം ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നല്ല, ഒരു കൊല്ലം 2 മാസം അങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഞാൻ നാട്ടിൽ പോകാറുണ്ട്. അപ്പം ഇപ്പം ഉപ്പ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ നാട്ടിൽ പോയ സമയത്ത് ഉപ്പ അങ്ങോട്ട് തിരിച്ചു വരുമല്ലോ. അപ്പം ഉമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പം എൻ്റെ കസിന് ഇങ്ങനെ കൊടുത്തയച്ചൊരു ബോക്സാണ്. ഇതൊരു വിവോൻ്റെ
ഫോൺ പെട്ടിയാണ് ആക്ച്വലി ഇത്. അപ്പോൾ ആ ബോക്സാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ.